സൂര്യ നമസ്കാരം, ദ കിങ് ഓഫ് ഓൾ എക്സസൈസസ്. 12 യോഗാസനകൾ ചേരുന്നതാണ് ഒരു സൂര്യ നമസ്കാരം. ഒരു ദിവസം 10 സൂര്യ നമസ്കാരം നമുക്ക് ചെയ്യാമെങ്കിൽ ഏകദേശം 120 ആസനാസാണ് വരിക. അങ്ങനെ ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ 213 പരം ബോൺസും 360 പരം ജോയിൻസും 600 പരമുള്ള മസിൽസും ശക്തിപ്പെടുകയും മാനസികമായിട്ടുള്ള ആരോഗ്യവും ഉന്മേഷവും വർദ്ധിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, സൺ ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് അവർ എനർജി. ആ സൂര്യനോടുള്ള പ്രതിബദ്ധത പ്രകടമാക്കുന്ന പ്രക്രിയയാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം രാവിലെ ചെയ്യേണ്ടത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ ഏൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ ഈവനിങ് ആണ് സൂര്യ നമസ്കാരം ചെയ്യുന്നതെങ്കിൽ വെസ്റ്റ് ഫേസ് ചെയ്ത് നിന്ന് സൂര്യൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. എന്തിനാണ് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നതെന്ന് ചോദിച്ചാൽ, സൺലൈറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് സോഴ്സ് ഫോർ പ്രൊഡ്യൂസിങ് വൈറ്റമിൻ ഡി ഇൻ അവർ ബോഡി. റെഗുലറായ സൂര്യ നമസ്കാരം ചെയ്യാമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അമിതമായ വണ്ണം കുറയ്ക്കാനും മാത്രമല്ല ശരീരത്തിലെ ദുർമേധസ്സുകൾ ഇല്ലാതെയാക്കാനും സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കുന്നതിനും സൂര്യ നമസ്കാരം വളരെ ഹെൽപ്ഫുള്ളാണ്. സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ബാലൻസ് ചെയ്യുന്നതിനും ബോഡി ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സ്കിൻ ടോൺ, അതായത് ചർമ്മത്തിലെ മൃദുലതയും കാന്തിയും വർദ്ധിപ്പിക്കുന്നതിനും സൂര്യ നമസ്കാരം ഏറ്റവും ബെസ്റ്റാണ്. ആയുർവേദ പ്രകാരം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ വാത, പിത്ത, കഫ പ്രകൃതികളെ ബാലൻസ് ചെയ്യുന്നതിനും ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിനും ഏറ്റവും നല്ലതാണ് സൂര്യ നമസ്കാരം. ചെറുപ്പം മുതലേ സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഡയബറ്റീസ്, തൈറോയിഡ് ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ മിനിസ്ക്യൂളാണ്. 5 മുതൽ 8 വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടികളിൽ റെഗുലറായിട്ട് 2 സൂര്യ നമസ്കാരമെങ്കിലും നമ്മൾ ചെയ്യിപ്പിക്കണം. എന്നാൽ 8 മുതൽ 10 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് 4 സൂര്യ നമസ്കാരം വെച്ച് വേണം ചെയ്യിപ്പിക്കാൻ. 11 മുതൽ 15 വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടികളാവുമ്പോൾ 4 മുതൽ 6 സൂര്യ നമസ്കാരം വരെ നമുക്ക് ചെയ്യിപ്പിക്കാം. 15 അതിൽ മുകളിലോ പ്രായമാവുന്ന കുട്ടികൾക്ക് 10 സൂര്യ നമസ്കാരം, 11, 12 അങ്ങനെ ഗ്രാജുവലി നമുക്കതിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുവരാം. മാത്രമല്ല, ഈ ടീനേജിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെ അതിജീവിക്കാനും സൂര്യ നമസ്കാരം ഏറ്റവും നല്ലൊരു മെഡിസിൻ തന്നെയാണ്. സിൻസ് സൂര്യ നമസ്കാരം ഈസ് മോർ അബൌട്ട് എക്സ്പീരിയൻഷ്യൽ നോളേജ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. ഇന്ന് എൻ്റെ മകൻ ധ്രുവനാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ചെയ്താലോ? ലെറ്റ്സ് ബിഗിൻ. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ, prayer position. Inhale, both hands up, bent backward. Exhale, both hands down, touching the floor. Knees should be straight. Inhale, right leg backward, knee touching the floor, head should be straight. Exhale, left leg backward, similar to right leg, inverted position. Inhale and exhale, knees, chest, forehead onto the ground. Sashtanga Namaskaram. Inhale, head up, chin up. Exhale, again, inverted position. Inhale, right leg forward. Exhale, left leg forward. Inhale, both hands up. And exhale, both hands down with prayer position. Inhale and exhale, prayer position. Inhale, both hands up, bent backward. Exhale, both hands down, touching the floor. Now inhale, left leg backward. Exhale, right leg backward. Inhale and exhale, knees, chest, forehead onto the ground. Inhale, head up, chin up. Exhale, inverted position. Inhale, left leg forward. Exhale, right leg forward. Now inhale, both hands up, arch back. Exhale, prayer position, relax. After Surya Namaskara, it is very important to relax in Shavasana. Slowly lie on your back. Hands apart, palms facing up, feet apart. Relax. Relax, relax.
Now slowly bring your hands together, interlock your fingers, bring your feet together, interlock your fingers, give a good stretch, and slowly turn towards your right side and slowly come back. And relax. നമസ്കാരം കഴിഞ്ഞാൽ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് മുഴുവനും യൂറിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. സൂര്യ നമസ്കാരം ഒരു ഹോളിസ്റ്റിക് എക്സസൈസാണ്. നമ്മുടെ ശരീരത്തെ മുഴുവനായും റിപ്പയർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഏറ്റവും നല്ല എക്സസൈസാണ് സൂര്യ നമസ്കാരം. സോ എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്തേ. നമസ്തേ.